മാലിന്യ സംസ്കരണം എന്ന് പറയണോ മാലിന്യ പരിപാലനം എന്ന് പറയണോ എന്നും ആളുകൾക്ക് തർക്കമുണ്ട്. മാനേജ്മെൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല പരിപാലനമാണ്. ഒരു മാതൃക കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഫലപ്രദമായി ആലപ്പുഴ നഗരസഭയിൽ നടപ്പിലാക്കുകയും അതിലൊരു ചെറിയ പങ്ക് വഹിക്കുകയും ചെയ്തൊരു സ്ഥാപനമാണ് IRTC. ഇത്തരത്തിലൊരു മാതൃക രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ എന്നുള്ള രീതിയിലാണ് ഈ സാധനം പറയാൻ തുടങ്ങുന്നത്. ഒന്ന്, അത് ഉറവിടത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയാലേ മാലിന്യ സംസ്കരണം ശരിയാവുള്ളൂ. എല്ലാത്തരം മാലിന്യങ്ങളും ഒന്നിച്ചു കൂട്ടി സംസ്കരിച്ച് കളയാമെന്ന് ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ മണ്ടത്തരമില്ല. ഇപ്പോൾ തന്നെ ഇവിടെ പരാജയപ്പെട്ടതായി സാവ് കടകംപള്ളി പറഞ്ഞ ഇൻസിനറേഷൻ ആയാലും മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നൊന്ന് നിങ്ങളത് വേർതിരിക്കാനും മറ്റൊന്നും കൊണ്ട് എല്ലാം അങ്ങോട്ട് തന്നേക്ക്, ഞങ്ങളിതെല്ലാം ഒന്നിച്ച് കത്തിക്കാം. ഇത് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ അടുത്തിടയ്ക്ക്. എല്ലാം ചേർത്ത് കത്തിക്കാം. അത് ഇൻസിനറേഷൻ ആവാം, പൈറോളിസ് ആവാം, ഗ്യാസിഫിക്കേഷൻ ആകാം. ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുക ശരിയല്ല എങ്കിലും സമീപകാലത്ത് ഒന്നും തൃപ്തികരമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന അനുഭവങ്ങൾ തെളിയിച്ചതാണ്. വികസിത സമൂഹങ്ങൾ ഇൻസിനറേഷൻ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഈവൻ അമേരിക്കയിൽ നിന്നോ ഒക്കെ തന്നെ ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഗൗരവമായി നടക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുമ്പോൾ ഇൻസിനറേഷൻ റൂട്ട് അല്ലെങ്കിൽ സായിപ്പിൻ്റെ ഭാഷയിൽ തെർമൽ റൂട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ അപ്രായോഗികമാണ്, അസാധ്യമാണ്. പിന്നെ വേറെ ഇതാ, ഓരോ തരത്തെയും വേർതിരിച്ചിട്ട് സംസ്കരിക്കാനുള്ള ഏർപ്പാട് നടക്കും. വേർതിരിക്കേണ്ട കാര്യമില്ല. ഉറവിടത്തിൽ വീട്ടിൽ ഇതെല്ലാം കൂടി ഒന്നിച്ചല്ലല്ലോ ഉണ്ടാകുന്നത്. ഇത് ഒന്നിച്ച് കൂട്ടുന്നത് വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ഉറവിടത്തിൽ വേർതിരിക്കുക എന്ന വാക്ക് തന്നെ മാറ്റേണ്ടതാണ്. ഉറവിടത്തിൽ കൂട്ടിച്ചേർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഡീഗ്രേഡബിൾ വേസ്റ്റ്, അത് അടുക്കളയിലെ മാലിന്യം ആയിക്കോട്ടെ, അടുക്കളയിലുള്ള ബാക്കി കിച്ചൺ വേസ്റ്റ് ആയിക്കോട്ടെ, ഭക്ഷണത്തിൻ്റെ ബാക്കി ആയിക്കോട്ടെ, അത് മാത്രം വേറെ എടുക്കുക. അത് മാത്രമേ അന്നന്ന് പരിചരിക്കേണ്ടതുള്ളൂ. അത് മാത്രമാണ് അഴുകുന്നത്, അത് മാത്രമാണ് ദുർഗന്ധമുണ്ടാക്കുന്നത്, അത് മാത്രമാണ് ദിവസേന കൈകാര്യം ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ തന്നെ പ്ലാസ്റ്റിക് ആയാലും തുണിയായാലും പേപ്പറായാലും കാർഡ്ബോർഡായാലും ബൾബായാലും വേസ്റ്റ് ആയാലും ഒക്കെ തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് മാറ്റിവെക്കാം. വീട്ടിൽ നമ്മൾ ന്യൂസ് പേപ്പർ മാറ്റിവെച്ച് അതിൻ്റെ ആൾ വരുമ്പോൾ കൊടുക്കുന്നത് പോലെ. അത് കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഒക്കെ തന്നെ പീരിയോഡിക്കലായിട്ട് അവരതിൻ്റെ സമയം തീരുമാനിക്കട്ടെ. ആഴ്ചയിലൊരിക്കലോ വേണ്ടിവരില്ല, മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും ശേഖരിച്ച് കൊണ്ടുപോയി നേരത്തെ ഡോക്ടർ ഐസക് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ സംസ്കരിക്കുന്നില്ല, സംസ്കരിക്കാൻ സംവിധാനമുള്ള തമിഴ്നാട്ടിലേക്കോ മറ്റെവിടേക്കിലേക്കും കയറ്റി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ പ്രശ്നം റെഡ്യൂസ് ചെയ്തു വരുന്നത് അഴുകുന്ന മാലിന്യത്തിലേക്ക് മാത്രമാണ്. അത് ദിവസേന കൈകാര്യം ചെയ്തേ പറ്റൂ. അത് കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു, താപീയമായ തെർമൽ റൂട്ട് അപ്രായോഗികം. പിന്നെ ഏതാ വഴികളുള്ളത്? ഏറ്റവും നല്ലത് കമ്പോസ്റ്റിംഗ് തന്നെയാണ്. ഏറ്റവും നല്ലത് കമ്പോസ്റ്റിംഗ് ആണ്. കാരണം മണ്ണിൽ നിന്ന് പുറത്തേക്ക് പോയി കിട്ടിയ നൈട്രജനും ഫോസ്ഫറസും ഈ സാധനമൊക്കെ തിരിച്ച് മണ്ണിലേക്ക് തന്നെ കൊണ്ടുവരാൻ കമ്പോസ്റ്റിംഗ് വഴിയേ പറ്റും. അപ്പോൾ കമ്പോസ്റ്റിങ്ങിന് ധാരാളം റൂട്ടുകളുണ്ട്. ഒന്ന് വിശദമായിട്ട് അടുത്തൊരു സെഷനിൽ ഇവിടെ തുമ്പൂർ മൊഴി കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച് അതിൻ്റെ വിദഗ്ധന്മാർ പറയും. പൈപ്പ് കമ്പോസ്റ്റ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഇതുകൂടാതെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, പോട്ട് കമ്പോസ്റ്റ് ഉണ്ട്. ഒരു പാത്രത്തിനകത്ത് 2 റിങ് കൂട്ടിച്ചേർത്ത് ഒരു കോൺക്രീറ്റ് റിങ് ഉപയോഗിച്ച് കമ്പോസ്റ്റ്, ഏത് രീതിയിലുള്ള സംവിധാനമായാലും വരാം. ഒരു ചെറിയ അനുഭവം ഞങ്ങൾക്കുണ്ടായത് പൈപ്പ് കമ്പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതുകൂടി ഒന്ന് ചൂണ്ടിക്കാണിച്ചേക്കാം. പൈപ്പിൻ്റെ മുകളിൽ കുറച്ച് ദ്വാരം ഇടുക എന്നുള്ളൊരു ഏർപ്പാട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത പൈപ്പുകളിലൊക്കെ ചെയ്തു. ആലപ്പുഴയിൽ അത് ചെയ്തപ്പോഴും ഞങ്ങൾ ചെയ്തു. കണ്ടത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നീരാവി വെള്ളമുള്ള സാധനങ്ങൾ ഈ പൈപ്പിനകത്ത് കൊണ്ടുവിടുമ്പോഴാണ് പൈപ്പ് കേടാവുന്നത്. പൈപ്പിനകത്ത് ആകെ അഴുകി വൃത്തികേടാവുന്നത്. വെള്ളം അതിനകത്തേക്ക് ചേർക്കാൻ പാടില്ല. കഞ്ഞിവെള്ളവും അതിൽ മീൻ കഴുകിയ വെള്ളവും അതൊക്കെ പൈപ്പിനകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് കിടന്നാൽ അത് ചീഞ്ഞളിഞ്ഞ് വൃത്തികെട്ട മണമുണ്ടാകുകയും അതോടൊപ്പം ഈച്ചയുടെ ലാർവയാണ് ഈ പുഴുവായിട്ട് വരുന്നത്, അതുണ്ടാവുകയും ചെയ്യും. അതിൻ്റെ സൈഡിലൊക്കെ വെള്ളം അങ്ങനെ നീരാവി മുകളിലേക്ക് പോകും. അത് സൈഡിലൊക്കെ ഘനീഭവിച്ച് നിൽക്കുമ്പോൾ പുഴു പതുക്കെ നുളഞ്ഞ് മുകളിലേക്ക് കയറി വരികയും ചെയ്യും. അത് കാണുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ ആവിയുള്ളത് നീരാവി
പുറത്തേക്ക് പോകാൻ വേണ്ടി ചെറിയ ഒരു 5-6 ദ്വാരം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ള പണിയാണ് ഞങ്ങൾ ചെയ്തത്. അത് ഗുണപ്രദമാണെന്ന് കണ്ടു. കാരണം ഈ വാട്ടർ വേപ്പർ മുഴുവൻ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് വെള്ളം അവിടെ ഘനീഭവിക്കുന്നില്ല, വെള്ളം അതിനകത്ത് നിന്ന് ഉണ്ടാകേണ്ട ദോഷങ്ങൾ ഉണ്ടാവുന്നുമില്ല. അത്തരത്തിലൊരു ഏർപ്പാട് വെച്ചുകൊണ്ട് ഒരു പരിധി വരെ പൈപ്പ് കമ്പോസ്റ്റിംഗ് ഫലപ്രദമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് കമ്പോസ്റ്റ് കമ്പോസ്റ്റിൻ്റെ രീതികൾ ഞാൻ ഒന്നേ ഉള്ളൂ, ആ കമ്പോസ്റ്റ് സമയാസമയങ്ങളിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ 60 ദിവസം കഴിയുമ്പോഴായിരിക്കും എടുക്കേണ്ടി വരിക. അതെടുക്കാനുള്ള സന്മനസ് നമുക്കുണ്ടാവുകയും അത് വീട്ടിലുള്ള പച്ചക്കറിയോ എന്തെങ്കിലും ചെടികളോ അതിൻ്റെയൊക്കെ ആയിട്ട് വളമായിട്ട് ഉപയോഗിക്കാനുള്ള തയ്യാറും ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സഹായിക്കാനായി പുറത്തുനിന്ന് ഒരാളും വരേണ്ട കാര്യമില്ല. ഡോക്ടർ ഐസക് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ വയറ്റിന്ന് പോകുന്ന സാധനത്തിനെ അടക്കം വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഇത്ര മടി കാണിക്കേണ്ട കാര്യമില്ല. അപ്പം അതിനുള്ളൊരു അനുഭവത്തിൽ കണ്ടത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ ഈ ആളുകളെ മുഴുവൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. ഈ സ്കീമുമായിട്ട് ആലപ്പുഴയിൽ ചെയ്തത് അതിൽ ഞങ്ങളും കൂടി പങ്കാളിയായി എന്നുള്ളതാണ്. 2 തരത്തിലുള്ള യൂസർ എഡ്യൂക്കേഷൻ. ഒന്ന്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പേ യൂസേഴ്സിനെ മുഴുവൻ എഡ്യൂക്കേറ്റ് ചെയ്യുക, പ്രീ യൂസർ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളുകളൊക്കെ ഒന്ന് വിളിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് ബുദ്ധിമുട്ട്, അത് അയൽക്കൂട്ട തലത്തിലാവാം, അത് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ തലത്തിലാവാം, കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അപ്പോൾ ഉള്ള പ്രായോഗിക വൈഷമ്യങ്ങളൊക്കെ ഓരോരുത്തർ പറയും. അതെങ്ങനെ പരിഹരിച്ചു എന്ന് വേറെ ആളുകൾ പറയും. നമുക്ക് ചിട്ടയായിട്ട് ഈ സാധനം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏതായാലും നമുക്ക് കോർപ്പറേഷനാണെങ്കിൽ 70,000-ലേറെ പൈപ്പ് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രീതിയിൽ, ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ മാറ്റാമെന്നതിനെ കുറിച്ചാണ് നിങ്ങൾ വളരെ ഗൗരവമായിട്ട്. ഏതെങ്കിലും ഒരു സംവിധാനം മാത്രം ഒരു വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. കമ്പോസ്റ്റിംഗ് സംവിധാനം നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകാം. 2 വലുപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റാണ് ഇവിടെ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് 500 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത്, രണ്ടാമത് 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത്. 500 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു വീട്ടിൽ അത്രയ്ക്കേ വേണ്ടി വരുള്ളൂ. 2-2.5 കിലോഗ്രാം വേസ്റ്റ് ഉണ്ടാവാൻ പോകുന്നുള്ളൂ. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 40 മിനിറ്റ് ഒരു സിംഗിൾ ബേണർ കത്താൻ വേണ്ട ഗ്യാസ് അല്ല പ്രധാനം. ഗ്യാസ് ഒരു ബോണസാണ്. ആ വേസ്റ്റ് കൈകാര്യം ചെയ്യപ്പെടുന്നു. വലിയ പ്ലാന്റിലാണെങ്കിൽ ഒരു 1.5-1.25 മണിക്കൂർ നേരം കത്താൻ വേണ്ട ഗ്യാസ് കിട്ടും. അവിടെ 5 കിലോ വരെ, 5 കിലോ അല്ല 5 കിലോ കൂടുതൽ വരെ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റും പ്രതിദിനം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളത് മാത്രം. എന്തൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാം, എന്തൊക്കെ ഉപയോഗിക്കരുത്, കാരണം ഇത് ബാക്ടീരിയകളാണ്. വളരെ വളരെ എളുപ്പം അതിൽ മാറ്റം, സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ചത്തുപോകുന്ന സാധനമാണ്. അധികം ഭക്ഷണം കൊടുത്താലും അവർ ചത്തുപോകും, ഭക്ഷണം ഇല്ലാണ്ടായാലും ചത്തുപോകും. പഥ്യമല്ലാത്ത ഭക്ഷണം കിട്ടിയാലും എളുപ്പം ചത്തുപോകും. കാരണം ആസിഡ്സ് കണ്ടീഷൻസിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു, അപ്പോൾ 5-10 ചെറുനാരങ്ങ പിന്നെ ആ നാരങ്ങയുടെ കൊണ്ട് മുഴുവൻ കൊണ്ടുപോയി ആ പ്ലാന്റിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ആ പ്ലാന്റ് വയ്ക്കാൻ പോകും. അതുകൊണ്ട് ചിട്ടയായ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന നേരത്ത് ഇതിനാണ് യൂസർ എഡ്യൂക്കേഷൻ. ഇന്നിന്ന സാധനങ്ങൾ ഉപയോഗിക്കാം, ഇന്നിന്ന കാര്യങ്ങൾ ഉപയോഗിക്കരുത്. ഗ്യാസ് കിട്ടുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് സന്തോഷം തോന്നുന്നു. അപ്പം എന്താ ചെയ്യുക വെച്ചാൽ അയൽവക്കത്തെ വീട്ടിലുള്ള വേസ്റ്റ് കൂടി കൊണ്ടുവന്ന് ഇതിനകത്ത് 5 കിലോ വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ പ്ലാന്റിനുള്ളുവെങ്കിൽ അന്ന് 10 കിലോ വന്നാൽ പിറ്റേ ദിവസം മുതൽ ആ സാധനം ഇതിന് ഇൻസ്റ്റാൾ ചെയ്തവരെ ആരും ചിട്ട പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മോണിറ്ററിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ട ഒരു സംവിധാനം നമുക്ക് പതുക്കെ രൂപപ്പെടുത്തിയെടുക്കുക. കമ്മ്യൂണിറ്റി ലെവലിലുള്ള കുറച്ചുകൂടി വലിയ ബയോഗ്യാസ് പ്ലാന്റുകളാവാം. ആ തരത്തിൽ വരുമ്പോൾ കക്കൂസ് മാലിന്യം കൂടി മിക്സ് ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള 5 പ്ലാന്റുകളിൽ 2 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ഉണ്ട്. അവിടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അടുക്കള വേസ്റ്റ് മാത്രമല്ല കക്കൂസിലുള്ള വേസ്റ്റും കൂടി ചേർത്ത് കിട്ടുന്ന സംവിധാനമാണ്. ആ ഗ്യാസ് ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനുകൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള പണ്ടത്തെ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇതൊക്കെ കുറേ എണ്ണം വന്നാണ് ധാരാളമായിട്ട് ആയിക്കൊണ്ടിരിക്കുക. പതുക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. സ്കൂളുകൾക്ക് ചെറിയ സാധനങ്ങളാവും, 25 കിലോ കപ്പാസിറ്റി ഉള്ളത്, 50 കിലോ കപ്പാസിറ്റി. പക്ഷെ ഒരു കാര്യമാണ്, അവിടെ PT ആണെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാൾ ചിട്ടയായിട്ട് അതിൻ്റെ പുറകെ നിൽക്കാനായിട്ട് അതില്ല എങ്കിൽ, ശ്രദ്ധിക്കാൻ ആളില്ല എങ്കിൽ സാധനം ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ അവതരിപ്പിക്കും. ഈ രീതിക്കൊരു കോമ്പോസിറ്റ് പ്ലാനുമായിട്ട് പോവുകയും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മോണിറ്റർ ചെയ്യുന്ന സംവിധാനവും
എന്തെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലക്കാലത്തേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരോട് നിങ്ങൾ മെയിൻ്റനൻസ് നോക്കണം എന്ന് വേണ്ടി നമുക്ക് പറയാം. അത് കഴിഞ്ഞാലോ ആ സമയത്താണ് ഒരു ടീമിനെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. അവർ സാധാരണ രീതിക്ക് വേസ്റ്റ് പിക്ക് ചെയ്യാൻ വരുന്ന കുടുംബശ്രീ പ്രവർത്തകരെ കാണുന്നത് പോലെ എല്ലാവരും കാണുന്നത് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ സ്കിൽഡ് വർക്കാണ്. ആ സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലെ ആലപ്പുഴയിൽ ഞങ്ങൾ കണ്ടത് നല്ല പങ്ക് സ്ത്രീകളാണ്. അതുമായി ഒരു ചെറിയ ടീം അവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരാണ് ഇൻസ്റ്റലേഷൻ എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് മുഴുവൻ അറിയാം. എവിടെയെങ്കിലും എന്തെങ്കിലും കേടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരവിടെ പോയാൽ ചിലപ്പോൾ അതിൻ്റെ വാൽ വന്ന് തിരിക്കേണ്ട പ്രശ്നം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ പൈപ്പിൽ അല്പം വെള്ളം കടന്നുണ്ടാവും, അതൊന്നും എടുത്ത് കളയേണ്ട കാര്യമാണ്. അതൊന്ന് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ പക്ഷെ വീട്ടുകാർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഈ ഒറ്റ കാരണം കൊണ്ട് അതവിടെ കിടക്കുക നാടുകളെ ചീത്തപ്പേരുണ്ടാവുകയും ചെയ്യും. അപ്പം ഈ ഒരു ടീമിനെ പതുക്കെ നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടാണ് കോർപ്പറേഷൻ ഒരു ടീം കൊണ്ട് മാത്രം മതിയെന്ന് വരില്ല, ഒന്നിലേറെ. എന്ത് പേര് വേണേ അവർക്ക് വിളിക്കാം. ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു വാക്ക് ഒരു ഗ്രീൻ ടെക്നോളജി സെന്റർ എന്ന രീതിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യം അങ്ങനെ ഇത് നോക്കാവുന്ന രീതിക്ക് ഒരു സംവിധാനവും കൂടി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഇൻസ്റ്റലേഷൻസ് നടത്താം. ഏത് രീതിക്കാണ് ആവശ്യമെന്ന് വെച്ചാൽ അത് ചിട്ടയായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കാം. ഇത് ചിട്ടയായി പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ പരിസരം ശുചിയായി കിട്ടുകയും ചെയ്യും, നല്ല പേരും ഉണ്ടാവും, ഈ കാര്യം ഉണ്ടാവും. ഇതോടൊപ്പം തന്നെ ബാക്കി നിരവധി അഡ്വാൻറ്റേജസ് ഉണ്ടാവും. ഈ മാലിന്യം നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽത്തിലാണ് അതിൻ്റെ മെച്ചം കിട്ടാൻ പോകുന്നത്. ഉദ്ഘാടനം നേരത്തെ പറഞ്ഞ പോലെ കോടിയേരി പറഞ്ഞ പോലെ ജലസ്രോതസ്സുകളൊക്കെ മലിനമാകുന്ന പ്രശ്നമില്ലാണ്ടാവും. വെള്ളവും പെടുന്ന നന്നായി കിട്ടും. ചെറിയ കാര്യമല്ല. ഇനി കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം ആഴത്തിലേക്ക് പോകുന്നില്ല. ഓരോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നത്, എങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നുള്ളത്, അതുപോലെ തന്നെ തുമ്പൂർമൊഴി മോഡലിലുള്ള കമ്പോസ്റ്റ് പ്ലാന്റുകൾ എങ്ങനെയാണ്, ഇതിൻ്റെ മുഴുവൻ പ്രസൻറ്റേഷൻസ് ഉണ്ട്. അതുകൂടി ആകുമ്പോഴേ പൂർത്തിയാവുള്ളൂ. സമയക്കുറവുകൊണ്ട് ഞാനവിടെ